ആലപ്പുഴ പള്ളിപ്പുറത്തെ സ്ത്രീ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ DNA സാമ്പിൾ നൽകും. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, സെബാസ്റ്റ്യന്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഉള്ളത്? ഇയാൾ അന്വേഷണത്തോട് തീരെ സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണോ? ഏതൊക്കെ കേസുകളിലാണ് പോലീസിന് കൃത്യമായി തെളിവുകൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ? ലക്ഷ്മി, നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിലുള്ള സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്നുകൊണ്ട് പൂർത്തിയാവുകയാണ്. 8 ദിവസത്തേക്കാണ് കോടതി ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡി നൽകിയിട്ടുള്ളത്. പ്രതിയെ ഈ 8 ദിവസങ്ങളിലായിട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പ് നടപടികളും ഒക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യം ചെയ്യലുകളോട് ഇയാളുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണമാണ് ഉണ്ടായത്. കാര്യമായിട്ടുള്ള സഹകരണം ഉണ്ടായില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവാം ഒരുപക്ഷെ കൂടുതൽ ദിവസത്തേക്ക് ഈ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും ക്രൈംബ്രാഞ്ച് അധികൃതർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് ഇയാളെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ബോധിപ്പിക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ DNA പരിശോധനാ ഫലം, അതായത് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള അസ്ഥികഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം ഈ ആഴ്ച വരാനിരിക്കുകയാണ്. അതുകൂടി വന്നതിന് ശേഷം കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ഉറപ്പാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ ദിവസം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിട്ട് ഒരുങ്ങുന്നത്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ ആലപ്പുഴ പോലീസും ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഒരുപക്ഷെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കാനും സാധ്യതയുണ്ട്. കാരണം ജൈനമ്മയുടെ തിരോധാനമാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതെങ്കിൽ ബാക്കി സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ആലപ്പുഴയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് നടപടികൾക്കൊക്കെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നീക്കങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കി ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. ലക്ഷ്മി.